ഹായ് ഗൈസ്, ഞങ്ങളെ എന്നൂര് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ എന്നൂര് വന്നപ്പോൾ പാളിപ്പോയി. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ കണ്ടിട്ടേ പോകും. യെസ്, ഞങ്ങൾ വെൽ പ്ലാൻഡ് ആയിട്ട് തലേ ദിവസം വിളിച്ചു ചോദിച്ചു, പിന്നെ ഇന്ന് രാവിലെ വിളിച്ചു ചോദിച്ചു. അപ്പൊ ഇവര് പറഞ്ഞു ഓപ്പൺ ആണെന്ന്. വിളിക്കലോ. അശ്വതി യുണീക്ക് ആവാൻ വേണ്ടി പിങ്ക് കോട്ട് വാങ്ങി. ഇപ്പൊ ഇവിടെ മൊത്തം പിങ്ക് കോട്ട്. ഞാൻ വിചാരിക്കുന്ന നീലയായിരിക്കും എല്ലാരും ഇതിലുണ്ടാവുക. നോക്കുമ്പോ പിങ്ക് ഞാൻ ഇടാക്കിയ നല്ലത്. ഗൈസ്, 2 ടൈപ്പ് ഓഫ് ജീപ്പാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഷെയറിംഗ് ജീപ്പും ഒന്ന് 8 പേർക്ക് വരുന്നു. അപ്പൊ നമ്മൾ 5 പേരായതുകൊണ്ട് നമ്മൾ ഷെയറിംഗ് ജീപ്പാട്ടോ. ഇത് ഇവരാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മുടെ ജീപ്പ് വരുന്നുണ്ട്. അതിലേതിലൊക്കെ ആയിരിക്കും. ചേച്ചിയാട്ടോ നമ്മുടെ കൂടെ ഉള്ള. ചേച്ചിയുടെ ഹസ്ബൻഡും മോനും അല്ലേ? മോളും ഓക്കെ, മോളുമാണ് അവിടെ ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ പാളിപ്പോയ എന്നെ ഒരു ട്രിപ്പ് അവസാനം വിജയത്തിലേക്കാവും. എന്ത് തോന്നുന്നു അർച്ചന? ഒരു വട്ടം ഇവിടെ വന്ന് ഇതേ സ്ഥലത്തും തിരിച്ചു പോയതല്ലേ? സന്തോഷം, സക്സസ് ആയിരുന്നു. സന്തോഷം. ഫോണെങ്ങാനും കയ്യിൽ തെറിച്ചു പോയാ ഗൈസ്, മഴയായോണ്ട് നമുക്ക് കോട്ട് ഇടാം. കോട്ട് ഇട്ടോണ്ടോണോന്ന് അറിയില്ല, മഴ നല്ല രീതിക്ക് പെയ്യുന്നുണ്ട്. എന്റെ ഫോൺ മൊത്തം നനഞ്ഞ് അടിച്ചു പോവോ? ഇല്ല, വാട്ടർ പ്രൂഫ് ഐഫോൺ. അയ്യോ, ഇതാ എനിക്ക് ഇഷ്ടായേ. എടി, ഇതെന്താടി എല്ലാവർക്കും മറ്റുള്ളവരെ കോട്ട് ഇഷ്ടാവുന്നേ? എടി കണ്ടോ, എനിക്ക് എന്തോ മിസ്റ്റേക്ക് ഇല്ലേ? ഒരു മിസ്റ്റേക്ക് ഇല്ല. ഒന്ന് നടക്കുവോ? ചട്ടിക്കുള്ളിൽ വെച്ച പോലെ. എടി ഒന്ന് നടക്ക്. നമ്മുടെ കൂടെ വന്നവർ അവിടെ എത്തിണ്ടാവും. ഇപ്പോ നമ്മൾക്ക് ഇനി അവിടെ കാണാനുള്ള സമയം ഉണ്ടാവൂലേ? ഞാൻ പറയുന്ന ആരും മൈൻഡ് ആക്കുന്നില്ല, വേറെ കാര്യം. മഴ ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഈ ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് വേണ്ടേ. മഴ ഉണ്ടോ? ഇല്ല, എന്നാ ഉണ്ട് അല്ലേ? ഞങ്ങൾ അത് ഇറങ്ങിയപ്പോ നല്ല മഴയായിരുന്നു. നീ പ്രാർത്ഥിച്ചിട്ടാ കോട്ട് വാങ്ങുമ്പോ മുതലവിടെ കണ്ടോ, വീണ്ടും പെയ്തു. ഇതെന്താ സ്റ്റാച്യു? ഇത്തിരി ഗൈഡൊന്നുമില്ല, നമ്മൾ തന്നെ വഴി കണ്ടുപിടിച്ച് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പോവാ. നനഞ്ഞ് നമ്മള് നനഞ്ഞു പോയി ആകെ. മഴ ഇത്ര അങ്ങോട്ട് മഴ വേണ്ട അല്ലേ? ആക്ച്വലി കുഴപ്പമില്ല, അടിപൊളിയാ. മാറിയിട്ടുണ്ട്. സോ ഞങ്ങൾ വിചാരിച്ചു കോട്ടക്കൂരി ഞങ്ങളുടെ ഔട്ട്ഫിറ്റിൽ ഒരു ഫോട്ടോ എടുക്കാമെന്ന്. അതാണ് ഗൈസ് ട്രൈബൽസിന്റെ ചെറിയ ചെറിയ കുടിലുകൾ. ആക്ച്വലി ഇത് നമുക്ക് ശരിക്കുള്ള ട്രൈബൽസിന്റെ അടുത്ത് പോയി കാണാനുള്ള ഒരിക്കലും പോസിബിൾ അല്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സംഭവം റീക്രിയേറ്റ് ചെയ്തിരിക്കുക അല്ലേ. മഴ ഇവിടെ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആട്ടോ. നമ്മളിപ്പോൾ മഴ നിന്ന് വിചാരിച്ച് കോട്ടും കൊടയൊക്കെ ഊരിക്കളയും, അപ്പോൾ വീണ്ടും മഴ പെയ്യും. സോ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് നടക്കില്ലേ, നനഞ്ഞു പോകും. ആ പാട്ടിങ്ങനെ കേൾക്കുമ്പോ എന്തോ സാധനം കേറി വരുന്ന പോലെ. ഇത് കളിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിരിക്കൂല കളിക്കുമ്പോ. അവര്
ഇത് ഇഷ്ടപ്പെടും. എൻ്റെ ഫോൺ പോയി കറന്നു പോയിട്ട് എനിക്ക് ഈ വ്ളോഗ് കാണാം. ഇനി നമുക്ക് താഴോട്ട് നടന്ന് ജീപ്പിൽ അങ്ങനെ കയറി പോവാം. അടിപൊളി കേട്ടോ. വയനാട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ടും വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണിത്. വേഴ്സ് ടു വാച്ച്. അതെ, വിശക്കും. ടിക്കറ്റ് റേറ്റ് വരുന്ന ഇവിടെ 90 രൂപ കേട്ടോ. മൊത്തം ജീപ്പിന് 40 രൂപയും ടിക്കറ്റ് റേറ്റ് 50 രൂപയും. വിശന്നാൽ നിങ്ങൾ നിങ്ങളല്ലാതാകും. പേഷ്യൻസ് വിശക്കും, പക്ഷെ ദേഷ്യപ്പെടല്ലേ. നമ്മുടെ ജീപ്പ് എത്തിയിട്ടില്ല കേട്ടോ. സോ നമ്മൾ ജീപ്പിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗൈസ്. അങ്ങനെ എല്ലാവിധം നമ്മുടെ എക്സ്പ്ലോറേഷനും കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ജീപ്പിലോട്ട് കയറാം. അടിപൊളിയായിരുന്നല്ലേ? അവിടുത്തെ പാട്ട് അടിപൊളിയായിരുന്നു. നല്ല രീതിക്ക് വിശപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടെയൊക്കെ കയറി ഇങ്ങോട്ട് അടിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ എനർജി മൊത്തം പോകും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നല്ലൊരു ചിക്കൻ ബിരിയാണി തന്നെ കഴിക്കാമെന്ന്. വാവ്, ഐ തിങ്ക് ഇത് ലെഗ് പീസ് ആണെന്ന് തോന്നുന്നത്. യെസ്, കഴിഞ്ഞു.